ഇവിടെ അകത്തേക്കില്ലെന്ന് നിർവഹണത്തിൽ അഫ്രിയോനുമായിട്ട് ഇവിടെയുള്ള സഭയുടെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ക്രമാനുഗതമായി ആക്കി നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ സഹായിക്കാൻ ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ദീനം വരികയും നിങ്ങൾ സംഭവിച്ചാലോ അവിടെയും ദീർഘവീക്ഷണത്തോടുകൂടി മറ്റൊരു മെത്രാപ്പോലീത്തായ എപ്പിസ്കോപ്പായ അദ്ദേഹം വാഴിച്ചാണ് ഇവരൊരുമിച്ചാണ് ഒരു സംഘമായി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ധാരാളം കഥകളും പുരാണങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും എത്തിപ്പെടുവാനായിട്ട് സാധിച്ചിട്ടില്ല. തലശ്ശേരി മുതൽ പള്ളിവാസം മുതൽ ചക്കാലക്കുഴി മുതലുള്ള കുടി മുതലായുള്ള ചരിത്രരേഖകളെ കുറിച്ചും പറയുവാൻ ഞാൻ ഈ സമയം ഇവിടെ വിനിയോഗിക്കുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ പെരുന്നാളെ നമ്മൾ ഒത്തുകൂടുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധനായ പിതാവിന്റെ അനുഗ്രഹീത ഖബറിൽ നിന്നും ആ വിശ്വാസത്തിൽ അതേ വിശ്വാസം ഉറച്ചു നിൽക്കുന്ന ദൈവമക്കൾക്ക് ഈ ഖബറിൽ വന്ന് ആരാധിക്കുവാനും ഇവിടെ ധൂപം വയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും കുർബാന അർപ്പിക്കുവാനും വിശ്വാസ സമൂഹത്തിന്റെ അനുസ്യൂതം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനുമുള്ള ക്രമീകരണം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഈ സഭയുടെ ഭാഗ്യം എന്നുള്ളതിൽ പരിശുദ്ധനായ അനുഗ്രഹവും കടാക്ഷവും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഉണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. മലങ്കര സഭ 1-ാം നൂറ്റാണ്ട് മുതൽക്ക് ഈ സഭയ്ക്ക് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം ഇതുപോലെ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിലൂടെ സഭയെ നിലനിർത്തിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇന്നും സഭ മുൻപോട്ട് പോകുന്നത്. എന്നാൽ അവിടെയെല്ലാം ഒരു ദൈവിക കടാക്ഷം സമൂഹത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധമായ സ്വർഗ്ഗത്തിലെ ദൈവം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സുഗന്ധം പോലെ സ്വർഗ്ഗത്തിലേക്ക് ഉയരുന്ന പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ പാഠപുസ്തകത്തിലൂടെ നമ്മോട് പ്രഖ്യാപിച്ച് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധന്റെ പ്രാർത്ഥന സുഗന്ധം പോലെ സ്വർഗ്ഗത്തിലേക്ക് ഉയരട്ടെ. ആ പരിശുദ്ധ പിതാവ് പരിശുദ്ധ ചെയ്തു തീർക്കുവാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റിനും കഴിയട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ പരിശുദ്ധ ദേവാലയത്തിൽ വരുവാനും ശ്രേഷ്ഠ ബാവായുടെ സാന്നിധ്യത്തിൽ ബാവായുടെ കൽപ്പനയോട് കൂടി ഈ പെരുന്നാളിൽ എൻ്റെ തലേ ദിവസത്തെയും പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ തരുവാൻ സാധിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ബാവായുടെ ദൃശ്യമായ സാന്നിധ്യം ഇവിടെയുണ്ട്. അദ്ദേഹം അത്രമേൽ സ്നേഹിക്കുന്ന ഒരിടമാണ്. അദ്ദേഹത്തെ അത്രമേൽ കരുതുന്ന ഒരു ഇടവകയാണ്. ബാവായുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ഇടവക ചെയ്യുന്നതായ സഹായം അതിശ്രേഷ്ഠമാണ്. അതിൽ ഈ പള്ളിയോട് പ്രാർത്ഥിക്കുന്നു. ഒരു പുണ്യവാനെ പുണ്യവാനെന്ന നിലയിൽ കൈക്കൊള്ളുന്നവന്റെ പുണ്യവാന്റെ പ്രവർത്തനം ലഭിക്കും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കേണ്ട ദീർഘിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. രണ്ട് പള്ളിയും കിട്ടും. രണ്ട് പള്ളിയും
അവിടെ ഒപ്പ പോന്നെ